Good morning, students. Another problem is the following table gives the probability that a certain computer will malfunction 0, 1, 2, 3, 4, 5, or 6 times on any one day. Number of x, number of malfunction, and x 0, 1, 2, 3, 4, 5, 6. Probability f of x, corresponding probability is 0 into 0.17, then 0.29, then 0.27, 0.16, 0.07, 0.03, 0.01. കണ്ടുപിടിക്കേണ്ടതൊക്കെയാണ് മീൻ കാണണം, വേരിയൻസ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. പിന്നെ കാണുന്നത് പ്രോബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ x ലെസ് ദാൻ 5 കാണണം, പ്രോബിലിറ്റി ഓഫ് x ഗ്രേറ്റർ ദാൻ 4 കാണണം. ഇത് നമ്മുടെ ഫസ്റ്റ് മോഡലായ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം ആണ്. ഇത് ഡിസംബർ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 2019 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം, അതിനുശേഷം വേരിയൻസ് കാണാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം, ഇതിന്റെ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ പ്രോബിലിറ്റീസ് ഓർത്തിരിക്കുക. പ്രോബിലിറ്റീസ് ഏതൊക്കെയാണ്? 0.17, 0 വരുമ്പോ, 1 വരുമ്പോ 0.29, 2 വരുമ്പോ 0.27, 3 വരുമ്പോ 0.16, 4 വരുമ്പോ 0.07, 5 വരുമ്പോ 0.03, 6 വരുമ്പോ 0.01. അപ്പൊ ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്ടേഷൻ എക്സ് ആണ്. മീൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എക്സ്. എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ എക്സ് ഈക്വൽ 0 to 6 ആണ്. എക്സിന്റെ വാല്യൂ 0 മുതൽ 6 വരെയുണ്ട്. 0 to 6 എക്സ് എഫ് ഓഫ് എക്സ് ആണ്. ആ പ്രോബിലിറ്റിനെ എക്സ് കൊണ്ട് നമ്മൾ ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0 into 0.17 ഫസ്റ്റ് വാല്യൂ. ഈ 0നെ അതിന്റെ പ്രോബിലിറ്റി കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് ഈക്വൽ 0 വരുമ്പോ 0 into 0.17 പ്ലസ് അടുത്ത കേസിൽ 1 into 0.29 plus 2 into 0.27 plus 3 into 0.16 plus 4 into 0.07 plus 5 into 0.03 plus 6 into 0.0. അതായത് എക്സ് കൊണ്ട് അതായത് പ്രോബിലിറ്റിനെ ഗുണിക്കുക. അതാണ് എക്സിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 0 into 0.717, 1 into 0.29, 2 into 0.27, 3 into 0.16, 4 into 0.07, 5 into 0.03, 6 into 0.01. ഇനി നമ്മളത് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫസ്റ്റ് വാല്യൂ നമുക്ക് 0 ആയി പോകും. 0 into 0.17 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. രണ്ടാമത്തെ വാല്യൂ നമുക്ക് 1 into 0.29 എന്ന് പറഞ്ഞാൽ 0.29 വരും. രണ്ടാമത്തെ കേസിൽ 0.54 വരും. ഇനി അടുത്ത 3 into 0.16 എന്ന് പറഞ്ഞാൽ 0.48 വരും. അടുത്ത 4 into 0.07, 0.47 എന്നുള്ളത് 0.28 വരും. 5 into 0.03 എന്ന് പറഞ്ഞാൽ 0.15 വരും. 6 into 0.01 എന്ന് പറഞ്ഞാൽ 0.06 വരും. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1.8. അപ്പൊ മീൻ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.8. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? വേരിയൻസ് കണ്ടുപിടിക്കാം. അപ്പൊ മീനിന്റെ വാല്യൂ ഇവിടെ എഴുതി വെക്കാം. എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ 1.8. നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് വേരിയൻസ്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഇസ് ഈക്വൽ ടു variance of x is equal to expectation x square minus expectation of x the whole square. ഇതാണ് വേരിയൻസ് കാണുന്ന ഫോർമുല. എക്സ്പെക്ടേഷൻ x square minus expectation x the whole square. അപ്പോൾ എക്സ്പെക്ടേഷൻ x square നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ x square എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ x is equal to 0 to 6 x square into f of x. x square into f of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വാല്യൂ 0 square into 0.17, 1 square into 0.29 plus 2 square into 0.27 plus 3 square into 0.16 plus 4 square into 0.07 plus 5 square into 0.03 plus 6 square into 0.01. അതായത് എക്സ് നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് അതായത് പ്രോബിലിറ്റി കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0 എന്ന് കിട്ടും. രണ്ടാമത്തെ വാല്യൂ നമുക്ക് 0.29 കിട്ടും. മൂന്നാമത്തെ വാല്യൂ നമുക്ക് 1.08 കിട്ടും. അടുത്ത നമുക്ക് 1.44 കിട്ടും. അടുത്ത 1.12 കിട്ടും.
അടുത്ത നമുക്ക് 0.75 വരും. അടുത്ത നമുക്ക് 0.36. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5.04 ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 5.04. 5.04. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കാണാനുള്ള ഫോർമുല വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ എത്ര കിട്ടിയേ? 5.04 മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് എന്താണ്? 1.8 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 5.04 മൈനസ് 1.8 സ്ക്വയർ ചെയ്യാം. 1.8 സ്ക്വയർ തരത്തിലാണ് 3.24. 5.04 3.24 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.8 ആണ്. Therefore, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് റൂട്ട് ഓഫ് 1.8. 1.8ന്റെ റൂട്ട് എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1.3416. അപ്പൊ നമുക്ക് മീൻ കിട്ടി, വേരിയൻസ് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്ക് ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അടുത്ത കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. Probability of 0 less than x less than 5. അപ്പോൾ 0ക്ക് 5ന് ഇടയ്ക്ക് ഉള്ള വാല്യൂസ് ഏതൊക്കെയാണത്? 0ക്ക് 5ന് ഇടയ്ക്കുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ f(1) plus f(2) plus f(3) plus f(4). 0ക്ക് 5ന് ഇടയ്ക്ക് f(1), f(2), f(3), f(4). f(1) എന്ന് പറയുന്നത് എത്രയാണ്? 0.29. f(2) എന്ന് പറയുന്നത് എത്രയാണ്? 0.27. f(3) എന്ന് പറയുന്നത് 0.16. f(4) എത്രയാണ്? 0.07. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടിയെടുക്കാം. 0.29, 0.27, 0.16, 0.07 കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.7. അപ്പോൾ പ്രോബബിലിറ്റി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5ന്റെ ആൻസർ എത്ര കിട്ടി? 0.79. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. പ്രോബബിലിറ്റി ഓഫ് അടുത്ത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. X greater than 4 എന്ന് പറഞ്ഞാൽ x is equal to 5 plus probability of x is equal to 6. Probability of x is equal to 5 എത്രയാണ്? x is equal to 5 എന്ന് പറഞ്ഞാൽ 0.03. x equal to 6 എത്രയാണ്? 0.01. ഇത് രണ്ടും കൂട്ടിയാൽ മതി. 0.03, 0.01 കൂട്ടിക്കഴിഞ്ഞാൽ 0.0. ഈ പ്രോബ്ലത്തിന്റെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മീൻ കണ്ടുപിടിച്ചു, വേരിയൻസ് കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു, രണ്ട് പ്രോബബിലിറ്റി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 കണ്ടുപിടിച്ചു, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4 കണ്ടുപിടിച്ചു. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതൊന്ന് ചെയ്ത് പഠിക്കാം. ഇവിടെ വേരിയൻസ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് ഈക്വൽ 0 to 6 എക്സ് സ്ക്വയർ എഫ് എക്സ്. എക്സ്പെക്ടേഷൻ എക്സ് കാണണമെങ്കിലോ സിഗ്മ എക്സ് ഈക്വൽ 0 to 6 എക്സിന്റെ എഫ് ഓഫ് എക്സ്. എക്സിന്റെ എഫ് ഓഫ് എക്സ് ആണ് എക്സ്പെക്ടേഷൻ എക്സ്. എക്സ് സ്ക്വയർ വരുമ്പോൾ എക്സ്പെക്ടേഷൻ എക്സ് സ്ക്വയർ ആണ് കിട്ടുന്നത്. ആ ഓരോ എക്സിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് ആ ഫംഗ്ഷൻ പ്രോബബിലിറ്റി